മോർണിംഗ്. ഇന്നലെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് അതിൻ്റെ കണ്ടിന്യൂഷനാണ്. ഇന്നലെ നമ്മൾ നിർത്തിയത് ഫ്രീസിങ് പോയിൻ്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റിലാണ് നിർത്തിയത്. അതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഓസ്മോസിസ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷറും റിവേഴ്സ് ഓസ്മോസിസും അതിൻ്റെ കണക്കുകളും നോക്കാം. അപ്പോൾ എക്സാമ്പിൾ 29 is mixing glycol is mixed with 600 gram of water. Calculate the freezing point of depression and freezing point of the solution. അപ്പോൾ നമുക്ക് കാണേണ്ടത് ഡെൽറ്റ ടി എഫും ടി എഫും ആണ് കാണേണ്ടത്. അപ്പോൾ ഇതിൽ ഫോർമുല ഒക്കെ തന്നിട്ടുണ്ട്. C6H6O2 ആണ് എത്തിലീൻ ഗ്ലൈക്കോൾ എന്ന്. അതെന്നാൽ നമുക്ക് മോളാർ മാസ് കാണാൻ പറ്റും. ഇവിടെ ഗിവൺ മാസ് ഉണ്ട്. അപ്പം മോൾസ് കാണാൻ പറ്റും. മോൾസ് ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ അതായത് 45/62. അപ്പോൾ നമുക്ക് 0.73 മോള് കിട്ടി. ഇനി 600 ഗ്രാം ഓഫ് വാട്ടർ ആണ്. അപ്പോൾ സോൾവെൻറ്റിൻ്റെ ഗിവൺ മാസ് 600 ഗ്രാം ആണ്. അപ്പോൾ 600 ഗ്രാം മാസ് ഓഫ് വാട്ടർ ഗ്രാമിലാണ്, അതിന് കിലോഗ്രാം ആക്കുക. അപ്പോൾ 600/1000. അപ്പോൾ 0.6 കിലോഗ്രാം കിട്ടി. മൊളാലിറ്റി കാണുക. മൊളാലിറ്റി എത്രയായിരിക്കും? 0.73/0. അപ്പോൾ നമുക്ക് 1.2 മോൾ കിലോഗ്രാം റേസ്റ്റ് ടു -1 കിട്ടി മൊളാലിറ്റി. അപ്പോൾ ഇനി ടി എഫ്, ഡെൽറ്റ ടി എഫ് കാണാൻ എന്ത് ചെയ്യണം? കെ എഫ് ഇൻറ്റു എം ആണ്. അപ്പോൾ 1.86 ഇവിടെ എന്താണ്, നമ്മൾ കെ എഫ് എത്രയാണ് എത്തിലീൻ ഗ്ലൈക്കോളിൻ്റെ എന്ന് തന്നിട്ടില്ല. പക്ഷെ നമ്മളൊരു ടേബിൾ കണ്ടല്ലോ, ആ ടേബിളിൽ നിന്ന് നമുക്കറിയാം 1.86 ആണ്. അപ്പോൾ ഇൻറ്റു 1.2 ചെയ്തപ്പോൾ നമുക്ക് 2.2 കെൽവിൻ കിട്ടി. ഇനി ഫ്രീസിങ് പോയിൻ്റ് ഓഫ് അക്വസ് സൊല്യൂഷൻ. ഫ്രീസിങ് പോയിൻ്റ് ഓഫ് അക്വസ് സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ടി എഫ് ആണ്. അതായത് സൊല്യൂഷൻ്റെ ഇതാണ് കാണേണ്ടത്. TF0 ഉണ്ട്, ഡെൽറ്റ ടി എഫും ഉണ്ട്. അപ്പോൾ ഡെൽറ്റ ടി എഫ് മൈനസ് TF0 ചെയ്താൽ, അല്ല TF0 മൈനസ് ഡെൽറ്റ ടി എഫ് ചെയ്താൽ നമുക്ക് TF കിട്ടും. അപ്പോൾ നമുക്കറിയാം TF0 എന്ന് പറയുന്നത് 273.15 കെൽവിൻ ആണ്. അതായത് 0 ഡിഗ്രി സെൽഷ്യസ് മൈനസ് 2.2 കെൽവിൻ, അതെന്താണ്? ഡെൽറ്റ ടി എഫ്. അത് എവിടെ നിന്നാണ് കിട്ടിയത്? നമുക്ക് ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചു. ഈക്വൽ ടു 270.95 കെൽവിൻ. അതാണ് TF, അതായത് ഫ്രീസിങ് പോയിൻ്റ് ഓഫ് ദ സൊല്യൂഷൻ. ക്ലിയർ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1 gram ഓഫ് എ നോൺ ഇലക്ട്രോലൈറ്റ് സൊല്യൂട്ട് dissolved in 50 gram of benzene lowered the freezing point of the benzene by 0.40 Kelvin. അപ്പോൾ നോൺ ഇലക്ട്രോലൈറ്റ് സൊല്യൂട്ടിൻ്റെ സൊല്യൂട്ട് എന്ന് പറയുന്നത് 1 gram ആണ്. അപ്പോൾ അതിൻ്റെ മോളാർ മാസ് ആയിരിക്കും കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന ഡെൽറ്റ ടി എഫ് അല്ല, ലോവേർഡ് ദ ഫ്രീസിങ് പോയിൻ്റ് ഓഫ് ബെൻസീൻ ബൈ 0.40 കെൽവിൻ ആണ്. അപ്പോൾ നമുക്ക് ഡെൽറ്റ ടി എഫ് ഉണ്ട്, ഫ്രീസിങ് പോയിൻ്റ് ഡിപ്രഷൻ കോൺസ്റ്റൻ്റ് ഉണ്ട് ബെൻസീൻ്റെ 5.12. അപ്പോൾ M2 കാണണം. M2 കാണാനുള്ള ഫോർമുല നമുക്കൊന്ന് നോക്കാം. KF ഇൻറ്റു W2 ഇൻറ്റു 1000 ബൈ ഡെൽറ്റ ടി എഫ് ഇൻറ്റു W1. അപ്പോൾ ആ ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്തു, അത്രയേ ഉള്ളൂ. അതിനെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇതിന്ന് കിട്ടി. ക്ലിയർ? അപ്പോൾ നമുക്ക് 256 ഗ്രാം മോൾ റേസ് ടു -1 ആണ് ഉത്തരം കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഓസ്മോസിസ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ നോക്കുക. ഓസ്മോസിസ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ. നമുക്ക് നമ്മുടെ നേച്ചറിൽ പല വിധത്തിലുള്ള സംഭവ വികാസങ്ങൾ, റിയാക്ഷൻസ് നടക്കും അല്ലേ? കുറേ റിയാക്ഷൻസ് നടക്കും. ഇത് റിയാക്ഷൻ അല്ല, പക്ഷെ എന്താണ്, ഒരു പ്രോസസ്സ് നമ്മുടെ ട്രീസിലും അതുപോലെ കുറേ നമ്മൾ സാധാരണ അടുക്കളയിൽ ഉപയോഗിക്കുന്ന പാചകത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കുറേ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ ഉപ്പിലിട്ടത് അല്ലെങ്കിൽ ചിലർ പറയും അച്ചാർ അല്ലേ, അതൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്താ ചെയ്യുക? ആദ്യം മാങ്ങകൾ ഉപ്പിട്ട് വയ്ക്കും. എന്തിനാണ് ഉപ്പിട്ട് വയ്ക്കുന്നത്? ആ മാങ്ങയിലുള്ള വെള്ളം പോവാൻ വേണ്ടിയിട്ട്. അതായത് അതൊരു കേട് വരാണ്ടിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് അല്ലേ.
ശരിക്കും അത് എന്തിനാണ്? അപ്പോൾ വെള്ളം പോയി വെച്ചാൽ അതിൽ ബാക്ടീരിയയും ഒരുപാട് കാലം നിൽക്കാനും, അതായത് ബാക്ടീരിയയും വാട്ടറും പോകുമ്പോഴാണ് കേട് വരാണ്ട് ഇരിക്കുക. അപ്പോൾ വെള്ളം മാങ്ങയിൽ നിന്ന് പോകുമ്പോൾ അത് കൂടുതൽ കാലം നിൽക്കും. അപ്പോൾ ഈ മാങ്ങ ഉപ്പുവെള്ളത്തിൽ ബ്രൈൻ സൊല്യൂഷനിൽ ഇടുമ്പോൾ അത് ഷ്രിങ്ക് ചെയ്യുന്നത് നിങ്ങൾ കാണും. ഇത് കാരണം ഓസ്മോസിസ് എന്ന പ്രോസസ്സ് അവിടെ നടക്കുന്നത് കൊണ്ടാണ്. പിന്നെ ഒരു കാര്യം, നിങ്ങൾ വിൽട്ടഡ് ഫ്ലവേഴ്സ് ഫ്രഷ് വാട്ടറിൽ ഇടുക. അതായത് ഇപ്പോൾ വാടിയ പൂക്കളെന്നായിരിക്കും, അതായത് ജലാംശം പോയ പൂക്കൾ ഒരു ഫ്രഷ് വാട്ടറിൽ ഇടുമ്പോൾ അത് റിവൈവ് ചെയ്യണത് കാണാം. അത് ഇത്തിരി അതിൻ്റെ ഒരു പണ്ടത്തെ ഒരു ഫ്രഷ്നെസ് അതിന് വരുന്നത് കാണാം. അതുപോലെ ബ്ലഡ് സെൽസ് കൊളാപ്സ് ചെയ്യും വെൻ സസ്പെൻഡഡ് ഇൻ സലൈവ് വാട്ടറിൽ ഇടുമ്പോൾ ബ്ലഡ് സെൽസ് കൊളാപ്സ് ചെയ്യും. അപ്പോൾ ഇഫ് വി ലുക്ക് ഇൻ ടു ദീസ് പ്രോസസ്സസ് വി ഫൈൻഡ് വൺ തിങ് കോമൺ ഇൻ ഓൾ. എല്ലാത്തിലും ഒരു കോമൺ കാര്യം കാണാം. എന്താണത്? ഈ എല്ലാ സബ്സ്റ്റൻസും ഒരു മെംബ്രെയിൻ കൊണ്ട് ബൗണ്ട് ചെയ്തിട്ടായിരിക്കും. ഈ മെംബ്രെയിൻസ് അനിമലോ അല്ലെങ്കിൽ വെജിറ്റബിളോ ഒറിജിൻ ആയിരിക്കും. അതായത് പിഗ്സിൻ്റെ ബ്ലാഡർ അല്ലെങ്കിൽ പാർച്ച്മെൻറ്റ് പറഞ്ഞാൽ എന്താ? പാർച്ച്മെൻറ്റ് പറഞ്ഞാൽ വെച്ചാൽ ഒരു റൈറ്റിംഗ് മെറ്റീരിയലാണ്. അത് ഉപയോഗിക്കുന്നത് അനിമൽസിൻ്റെ സ്കിൻസ്, അതായത് ഷീപ്പ്, പശു, ആട് അങ്ങനെയൊക്കെ ഉള്ളതിന്ന് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് പാർച്ച്മെൻറ്റ് പറയുന്നത്. അതൊരു പേപ്പറാവാം, അങ്ങനത്തെ ഒരു സംഭവമായിരിക്കും. അല്ലെങ്കിൽ സെല്ലോഫെയിൻ എന്ന് കേട്ടിട്ടുണ്ടോ? അതൊരു ട്രാൻസ്പാരൻറ്റ് ഷീറ്റാണ്, തിൻ ട്രാൻസ്പാരൻറ്റ് ഷീറ്റാണ് സെല്ലുലോസിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് എയറിനോട് ലോ പെർമിയബിലിറ്റിയാണ്. മാത്രമല്ല ഓയിൽസ്, ഗ്രീസ്, ബാക്ടീരിയ, വാട്ടർ അതിനോടൊക്കെ ലോ പെർമിയബിലിറ്റിയാണ്. അത് ഫുഡ് പാക്കേജിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതൊക്കെ സെമി പെർമിയബിൾ മെംബ്രെയിൻസ്. എന്താണ് സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയുകയാണ്. ഈ മെംബ്രെയിൻസ് ഒക്കെ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനാണ്. അപ്പോൾ എന്താണ് സെമി പെർമിയബിൾ നോക്കാം കേട്ടോ. ഈ മെംബ്രെയിൻസ് ഷീറ്റ്സ് ഓഫ് ഫിലിംസൊക്കെ ആയിരിക്കും. അതിൽ സബ് മൈക്രോസ്കോപ്പിക് ഹോൾസ് അല്ലെങ്കിൽ പോർസ് ഉണ്ടാവും. ഇവിടെ ഓസ്മോസിസിൻ്റെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്, കണ്ടോ? ഒരു ബീക്കർ അല്ലെങ്കിൽ ഒരു ബക്കറ്റിൽ ഒരു ഒരു ട്യൂബിൽ ഒരു സൊല്യൂഷൻ എടുത്തു. അതിലൊരു സെമി പെർമിയബിൾ മെംബ്രെയിൻ വെച്ചു. പ്യുർ സോൾവെൻറ്റ് വെളിയിലും ആ ട്യൂബിൽ നമ്മൾ സൊല്യൂഷനും ചേർക്കുകയാണ്. അപ്പോൾ ഈ സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ സോൾവെൻറ്റിൽ നിന്നും സൊല്യൂഷനിലേക്ക് വെള്ളം പോകുന്നു. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫോർമുല π=H ρg ആണ്. ഇവിടെ H ρg എന്ന് പറയുന്നത് എന്താണ്? പ്രഷർ, ഹൈറ്റ് ഡിഫറൻസ് ആണ് കേട്ടോ ഇതിവിടെ കാണിച്ചിരിക്കുന്നത്. P=H ρg എത്രയുള്ളൂ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊരു സർട്ടൻ പ്രഷറിലൊക്കെയാണ് നടക്കുന്നത്. നമുക്ക് അതെന്താണെന്ന് വിശദമായിട്ട് പറയാം. ഞാൻ എന്തെങ്കിലും പിക്ചർ കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ ഈ പെർമിയബിൾ മെംബ്രെയിനിലൂടെ വെള്ളം കടക്കുമ്പോൾ അത് വെള്ളത്തിനെ മാത്രമേ കടത്തി വിടുള്ളൂ. ബിഗർ മോളിക്യൂൾസ് ലൈക്ക് സൊല്യൂട്ടൊക്കെ ഹിൻഡേർഡ് ആയിരിക്കും. ഹിൻഡേർഡ് എന്ന് പറഞ്ഞു വെച്ചാൽ തടഞ്ഞിട്ട് പോവില്ല, അതിനെ കടത്തി വിടില്ല. അപ്പോൾ ഈ മെംബ്രെയിൻസിന് സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഓസ്മോസിസ്? Only solvent molecules can pass through the semi-permeable membrane. If this membrane is placed between solvent and solution, solvent molecules will flow through the membrane from pure solvent to solution. This process of flow of solvent is called osmosis. അപ്പോൾ എന്താ പറയുക, when solvent molecules will flow through a semi-permeable membrane from pure solvent to solution, the process is called process of flow of solvent is called osmosis. വേണമെങ്കിൽ ആ പിക്ചറും കൂടെ പരീക്ഷയ്ക്ക് വരച്ച് വയ്ക്കുക കേട്ടോ. ഇനി this flow will continue till the equilibrium is attained. അതായത് സൊല്യൂഷനിലും സോൾവെൻറ്റും തമ്മിലാണല്ലോ ഈ വാട്ടർ എക്സ്ചേഞ്ച്. അതൊരു ഇക്വിലിബ്രിയം വരെയേ ഈ ഫ്ലോ കണ്ടിന്യൂ ചെയ്യുള്ളൂ. അപ്പോൾ സോൾവെൻറ്റിൽ നിന്നും സൊല്യൂഷനിലേക്ക്
പോകുന്ന വെള്ളത്തിൻ്റെ അളവ് ഈക്വലായി വെച്ചാൽ പിന്നെ അത് അതായത് സോൾവെൻറ്റിലും സൊല്യൂഷനിലും ഈക്വൽ എമൗണ്ട് ഓഫ് വാട്ടർ ആണെങ്കിൽ പിന്നെ അതിൽ ഫ്ലോ നടക്കില്ല എന്നാണ് പറയുന്നത്. The flow of the solvent from its side to solution side across a semi-permeable membrane can be stopped. അപ്പോൾ if some extra pressure is applied to the solution. അപ്പോൾ ഈ നമ്മൾ പറയുന്നുണ്ട് സോൾവെൻറ്റിൽ നിന്ന് സൊല്യൂഷനിലേക്ക് വെള്ളം പോകുന്നുണ്ട് പറയും. പക്ഷേ ഒരു എക്സ്ട്രാ പ്രഷർ കൊടുത്തു വെച്ചാൽ ഈ വെള്ളത്തിൻ്റെ പോക്ക് നിർത്തലാക്കപ്പെടും. അപ്പോൾ ആ പ്രഷറിനെയാണ് നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. അതായത് ദിസ് പ്രഷർ ദാറ്റ് ജസ്റ്റ് സ്റ്റോപ്സ് ദ ഫ്ലോ ഓഫ് സോൾവെൻറ്റ് ഈസ് കോൾഡ് ഓസ്മോട്ടിക് പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ. ഒരിക്കലും ശ്രദ്ധിക്കുക, ഒരു പ്രഷർ കൊടുത്തു വെച്ചാൽ സോൾവെൻറ്റിൽ നിന്നും സൊല്യൂഷനിലേക്ക് വെള്ളം പോകുന്നത് സ്റ്റോപ്പ് ആവും. ആ സ്റ്റോപ്പേജിന് കാരണമാവുന്ന പ്രഷറിനെ നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നു. അപ്പോൾ the flow of solvent from dilute solution to concentrated solution across a semi-permeable membrane is called osmosis. dilute solution നിന്ന് concentrated solution, ഏത് സൊല്യൂട്ടിൻ്റെ ആണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ മുമ്പ് ക്ലാസ്സിൽ പഠിച്ചു, ഡൈല്യൂട്ട് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ സൊല്യൂട്ട് കുറവായിരിക്കും, കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ സൊല്യൂട്ട് കൂടുതലായിരിക്കും. അത് സെമി പെർമേബിൾ മെംബ്രെയിനിലൂടെ ആ സോൾവെൻറ്റിൻ്റെ പാസേജ് നടക്കുമ്പോൾ അതിനെ ഓസ്മോസിസ് എന്ന് പറയുന്നു. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് സൊല്യൂട്ട് അല്ല പാസ് ചെയ്യുന്നത്, സോൾവെൻറ്റ് മോളിക്യൂൾസ് ആണ് പാസ് ചെയ്യുന്നത്. ഫ്രം ഫ്ലോ അതായത് സോൾവെൻറ്റ് മോളിക്യൂൾസ് ആൾവേസ് ഫ്ലോ ഫ്രം ലോവർ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷൻ, അപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ ഹാസ് ബീൻ ഫൗണ്ട് ടു ഡിപ്പെൻഡ് ഓൺ ദ കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് ഓസ്മോട്ടിക് പ്രഷറിനെ എങ്ങനെ പറയാം, എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? കോൺസെൻട്രേഷനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷൻ. അപ്പോൾ രണ്ട് സൊല്യൂഷൻ എടുത്തു, ഇവിടെ പിക്ചർ കാണിക്കുന്നുണ്ട്. രണ്ട് സൊല്യൂഷൻ എടുത്തു, രണ്ടിനെയും ഒരു സെമി പെർമേബിൾ മെംബ്രെയിൻ കൊണ്ട് നമ്മൾ വേർതിരിക്കുകയാണ് വിചാരിക്കുക. അത് വേണമെങ്കിൽ ഒരു പിഗ്സ് ബ്ലാഡറോ അല്ലെങ്കിൽ അങ്ങനെ എന്ത് വേണമെങ്കിലും പാർച്ച്മെൻറ്റോ സെലോഫെയിനോ അല്ലെങ്കിൽ ഒരു ഓറഞ്ചിൻ്റെ ഒരു തൊലിയോ അതെന്ത് വേണമെങ്കിലും ആവാം. അതിനെ വെച്ചിട്ട് നമ്മൾ വേർതിരിക്കുമ്പോൾ ഏത് ആണോ ഡൈല്യൂട്ട് സൊല്യൂഷൻ, ഏതാണോ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നിട്ട് ഡൈല്യൂട്ട് സൊല്യൂഷനിൽ നിന്നും കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനിലേക്ക് വെള്ളം പോകുന്നു ഈ സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ. അപ്പോൾ ആ പ്രക്രിയയെ നമ്മൾ എന്ത് പറയുന്നു? ഓസ്മോസിസ് എന്ന് പറയുന്നു. ഈ ഓസ്മോസിസ് ഒരു ഇക്വിലിബ്രിയം വരെ നടക്കുള്ളൂ. ഇക്വിലിബ്രിയം കഴിഞ്ഞു വെച്ചാൽ പിന്നെ പാസേജ് ഉണ്ടാവില്ല. ഈ ഓസ്മോസിസ് സ്റ്റോപ്പ് ആക്കാൻ പറ്റും ബൈ അപ്ലൈയിങ് ഓസ്മോട്ടിക് പ്രഷർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി ഓസ്മോട്ടിക് പ്രഷർ ഈസ് എ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ നമ്മൾ ഇത്രയും കാലം 2 ദിവസമായിട്ട് പഠിക്കുന്നത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. ഓസ്മോട്ടിക് പ്രഷറും ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. അത് നമ്പർ ഓഫ് സൊല്യൂട്ട് മോളിക്യൂൾസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, നോട്ട് ഓൺ ദെയർ ഐഡൻറ്റിറ്റി. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റിലും എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റിലും അതിൻ്റെ നേച്ചർ ഓഫ് ദ സോൾവെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്? അത് മൊളാലിറ്റിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലേ? എന്താണ് KF ഇൻറ്റു എം അല്ലെങ്കിൽ KT ഇൻറ്റു എം എന്നല്ലേ പറയുന്നത്. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് മൊളാലിറ്റിയാണ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് പറയുന്നത്. മൊളാലിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻ സോൾവെൻറ്റ് ഇൻ മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം ആണ്. അപ്പോൾ ഇവിടെ മൊളാരിറ്റിയാണ് കേട്ടോ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓസ്മോട്ടിക് പ്രഷർ ഈസ് പ്രൊപ്പോർഷണൽ ടു മൊളാരിറ്റി ആൻഡ് C ഓഫ് ദ സൊല്യൂഷൻ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ T. അപ്പോൾ പൈ ഈക്വൽ ടു CRT. Pi is the osmotic pressure and R is the gas constant. അപ്പോൾ നമുക്ക് ഇവിടെ വോളിയം ഓഫ് സൊല്യൂഷൻ ആണ് എടുത്തിരിക്കുന്നത്. അവിടെ വോളിയം എന്താണ് പറയുന്നത്? മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം ആണ്. ഇതിൽ മൊളാരിറ്റി നമ്മൾ പഠിച്ചു. വോളിയം ഓഫ് സൊല്യൂഷൻ അല്ലേ, വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ് ആണ്.
N2/V into RT. പൈ ഈക്വൽ ടു CRT എന്താ പറയുക, എലാബറേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ N2/Vനെ വീണ്ടും എലാബറേറ്റ് ചെയ്തു. N2നെ നമുക്കറിയാം W2/M2 ആണ്. 2 എന്ന് കാണിക്കുന്ന സൊല്യൂട്ടാണ് എപ്പോഴും. അപ്പോൾ W2 × RT/M2 നമുക്ക് കിട്ടി. അപ്പോൾ ഇതിന്ന് M2 കാണാനുള്ള വഴി അറിയാലോ. M2നെ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോയി πVയെ ഡിനോമിനേറ്ററിൽ കൊണ്ടുവന്നു. അപ്പോൾ W2RT/πV ആണ്. അപ്പോൾ ഓസ്മോട്ടിക് പ്രഷറിൻ്റെ മെഷർമെൻറ്റ് ഒരു അനദർ മെത്തേഡാണ് സൊല്യൂട്ടിൻ്റെ മോളാർ മാസ് കണ്ടുപിടിക്കുന്നത്. ഈ ഓസ്മോട്ടിക് പ്രഷർ സാധാരണ ഉപയോഗിക്കുന്നത് മോളാർ മാസ് ഓഫ് പ്രോട്ടീൻസ്, പോളിമേഴ്സ് ആൻഡ് അതർ ബയോമോളിക്യൂൾസ്, മാക്രോമോളിക്യൂൾസിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓസ്മോട്ടിക് പ്രഷറിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ മെത്തേഡ് ആസ് പ്രഷർ മെഷർമെൻറ്റ് ഈസ് അറൗണ്ട് ദ റൂം ടെമ്പറേച്ചർ. മറ്റേതൊക്കെ റൂം ടെമ്പറേച്ചറിലായിരിക്കില്ല, ഇത് റൂം ടെമ്പറേച്ചറിലാണ്. മൊളാരിറ്റിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇൻസ്റ്റെഡ് ഓഫ് മൊളാലിറ്റി. ഇനി മറ്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയെ കമ്പയർ ചെയ്യുമ്പോൾ ഓസ്മോട്ടിക് പ്രഷറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈസ് ലാർജ് ഈവൻ ഫോർ വെരി ഡൈല്യൂട്ട് സൊല്യൂഷൻ. വെരി ഡൈല്യൂട്ട് സൊല്യൂഷന് പോലും അത് മാഗ്നിറ്റ്യൂഡ് വളരെയധികം വലുതായിരിക്കും. ഇനി പറയുന്നത് technique of osmotic pressure for determination of molar mass of solutes is particularly used for biomolecules, as they are generally not stable at higher temperatures and polymers have poor solubility. ബയോമോളിക്യൂൾസിൻ്റെയും പോളിമേഴ്സിൻ്റെയും മോളാർ മാസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഓസ്മോട്ടിക് പ്രഷർ ഉപയോഗിക്കുന്നത്. ഇനി എന്താണ് ഐസോട്ടോണിക് സൊല്യൂഷൻ? ഐസോട്ടോണിക് സൊല്യൂഷൻ പറഞ്ഞു വെച്ചാൽ ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന സൊല്യൂഷനാണ്. അതായത് ഓസ്മോട്ടിക് പ്രഷർ ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്നത്. അതായത് 2 സൊല്യൂഷൻസ് ഹാവിങ് സെയിം ഓസ്മോട്ടിക് പ്രഷർ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ആർ കോൾഡ് ഐസോട്ടോണിക് സൊല്യൂഷൻ. 2 സൊല്യൂഷനും സെയിം ഓസ്മോട്ടിക് പ്രഷർ ആണെങ്കിൽ എവിടേക്കും സോൾവെൻറ്റ് മോളിക്യൂൾസ് പാസ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ഐസോട്ടോണിക് സൊല്യൂഷനാണ്. വാട്ടർ പാസ് ചെയ്യുന്നില്ല ഉദ്ദേശിക്കുന്നു. ഇനി അപ്പോൾ നോ ഓസ്മോസിസ് ഒക്കേഴ്സ്, അതാണ് അവിടെ പറയുന്നത്. ഇനി ഓസ്മോട്ടിക് പ്രഷർ അസോസിയേറ്റഡ് വിത്ത് ദ ഫ്ലൂയിഡ് ഇൻസൈഡ് ദ ബ്ലഡ് സെൽ ഈസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് 0.9% സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ. ബ്ലഡ് സെല്ലിൻ്റെ ഉള്ളിലുള്ള ഓസ്മോട്ടിക് പ്രഷർ 0.9% സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ്റെ ഓസ്മോട്ടിക് പ്രഷറിന് ഈക്വലാണ്. മനസ്സിലായി? ഒരിക്കലും പറയാം. ബ്ലഡ് സെല്ലിൻ്റെ ഉള്ളിലുള്ള ഓസ്മോട്ടിക് പ്രഷർ 0.9% സോഡിയം സൊല്യൂഷനിൽ ഓസ്മോട്ടിക് പ്രഷറിന് ഈക്വലാണ്. അപ്പോൾ 0.9% സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനെയാണ് നമ്മൾ നോർമൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇത് ഉപയോഗിക്കുന്നത് ഇൻട്രാവീനസ് ഇഞ്ചക്ഷൻസിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ആദ്യം സൊല്യൂഷൻ പഠിക്കാൻ തുടങ്ങിയപ്പോൾ ചാപ്റ്ററിൻ്റെ ആദ്യത്തിൽ എന്താണ് ഇൻട്രാവീനസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരിക്കലും പറയാം. ഇൻട്രാവീനസ് ഇഞ്ചക്ഷൻ എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ വീനസിൽ നിന്ന് ഉദ്ദേശിക്കുന്ന വെയിൻസ്. ഇൻട്രാ എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണ്, നമ്മൾ ബോഡിക്ക് ഒരു വസ്തുവിൽ തന്നെ ഉള്ള 2 കാര്യങ്ങളെയാണ് പറയുന്നത്. അപ്പോൾ ഇൻട്രാവീനസ്ലി എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ ബോഡിയിലുള്ള വെയിനിലേക്ക് ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ ഉള്ള കാര്യത്തിനാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, ഇൻട്രാവീനസ്ലി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു സൊല്യൂഷൻ, ഇഫ് വി പ്ലേസ് ദ സെൽസ് ഇൻ എ സൊല്യൂഷൻ കണ്ടെയ്നിങ് മോർ ദാൻ 0.9% sodium chloride water will flow out of the cells. അതായത് സെൽസിനെക്കാട്ടിലും കൂടുതൽ ആണ് ഓസ്മോട്ടിക് പ്രഷർ എങ്കിൽ അതിൽ നിന്ന് വെളിയിലേക്ക് വരുമല്ലോ. അപ്പോൾ അതായത് ഉദ്ദേശിക്കുന്നത് 0.9%-നെക്കാട്ടിലും സോഡിയം ക്ലോറൈഡ് കൂടി വെച്ചോളൂ. 0.9% സോഡിയം ക്ലോറൈഡ് ആണല്ലോ സെയിം ഓസ്മോട്ടിക് പ്രഷർ. 0.9% സോഡിയം ക്ലോറൈഡിനെക്കാട്ടിലും കോൺസെൻട്രേഷൻ കൂടുമ്പോൾ ബ്ലഡ് സെല്ല് ഡൈല്യൂട്ടും സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ കോൺസെൻട്രേറ്റഡും ആവും. അപ്പോൾ ബ്ലഡ് സെല്ലിൽ നിന്നും സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനിലേക്ക് വെള്ളം പാസ് ചെയ്യും. അതിന് ഹൈപ്പർടോണിക് എന്ന് പറയുന്നു. അത് കാരണം സെൽസ് ഷ്രിങ്ക് ആവാൻ കാരണമായിരിക്കും.
ഇനിയിപ്പോൾ ബ്ലഡ് സെല്ലിലേക്കാണ് പോകുന്നത്. അതെങ്ങനെയാണ് പോവുക? 0.9% സൊല്യൂഷൻ സെലൈൻ സൊല്യൂഷനെക്കാട്ടിലും കുറവാണ് കോൺസെൻട്രേഷൻ എങ്കിൽ ബ്ലഡ് സെല്ലിലേക്ക് വെള്ളം പോവും. അപ്പോൾ ബ്ലഡ് സെല്ലിലേക്ക് വെള്ളം പോകുന്നതുകൊണ്ട് അത് വികസിക്കും അല്ലേ? അതിന് ഹൈപ്പോട്ടോണിക് എന്ന് പറയും. ഷ്രിങ്ക് പിന്നെ എന്താ പറയുക, വീർക്കുക എന്നേ ഉദ്ദേശിക്കണം. ഇനി ഒരു കണക്കുണ്ട്, നമുക്ക് അതിന് നോക്കാം. അപ്പോൾ ഹൈപ്പർട്ടോണിക്കും ഹൈപ്പോട്ടോണിക്കും എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? 200 cm³ of a aqueous solution of a protein containing 1.26 gram of protein. നമ്മളിവിടെ aqueous സൊല്യൂഷൻ്റെ വോളിയം തന്നിട്ടുണ്ട്. 200 cm³ എന്ന് തന്നിട്ടുണ്ട്. 1.26 gram ഓഫ് പ്രോട്ടീൻ്റെ മാസ് തന്നിട്ടുണ്ട്. അപ്പോൾ പ്രോട്ടീൻ എന്നാ പറയുന്നത് സൊല്യൂട്ട്. ഇനി ഓസ്മോട്ടിക് പ്രഷർ തന്നിട്ടുണ്ട് 2.57 × 10⁻³ ബാർ. അപ്പോൾ മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ടാണ് കാണേണ്ടത്. മോളാർ മാസ് നമ്മൾ അപ്പോൾ ഒരു ഫോർമുല പഠിച്ചുവല്ലോ. അപ്പോൾ അതിൽ നിന്ന് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നോക്കിക്കോളായിരിക്കും ഇവിടെ W2RT/πV, അതാണ് മോളാർ മാസ് കാണേണ്ടത്. അപ്പോൾ W2 എന്ന് പറയുന്നത് 1.26. R എന്ന് പറയുന്നത് എന്താണ്? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ് R എന്ന് പറയുന്നത്. 0.03 L/Kelvin⁻⁻1. എന്തുകൊണ്ടാണ് ഈ വാല്യൂ എടുക്കാൻ കാരണം? L/Kelvin⁻⁻1. ഇവിടെ ബാറിലാണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഈ വാല്യൂ കൊടുക്കുന്നത്. ഇനി 300 Kelvin എന്ന് പറയുന്നത് എന്താണ്? ടെമ്പറേച്ചർ ബൈ 2.5 എന്താണ്? W2RT/πV അല്ലേ? പൈ ആണ് ഓസ്മോട്ടിക് പ്രഷർ, പിന്നെ V വോളിയമാണ് 0.2 ലിറ്റർ. അപ്പോൾ നമുക്ക് മോളാർ മാസ് കിട്ടി. ഈ കുറേ ഓസ്മോസിസിൻ്റെ എക്സാമ്പിളാണ് കൊടുക്കുന്നത് കേട്ടോ. അതായത് ഓസ്മോസിസിൻ്റെ ബേസിൽ ഒരു മാംഗോ ഷ്രിങ്ക് ചെയ്യണത് നമ്മൾ പഠിച്ചു. പിന്നെ ഫ്ലവേഴ്സ്, വിൽട്ടഡ് ഫ്ലവർ റിവൈവ് ചെയ്യുന്നത് പഠിച്ചു. ഇനി വേറൊരു എക്സാമ്പിൾ ക്യാരറ്റിൻ്റെയാണ്. ക്യാരറ്റ് വാട്ടർ ലൂസായി വെച്ചാൽ ക്യാരറ്റിന് വാട്ടർ ലോസ് സംഭവിച്ചാൽ നമ്മളതൊരു ഫ്രഷ് വാട്ടറിൽ വീണ്ടും ഇട്ടാൽ മതി. അങ്ങനെ ഇട്ട് വെച്ചാൽ അത് വീണ്ടും ഫേം ആയിട്ട് നമുക്ക് കിട്ടും. പിന്നെ ഒരു എക്സാമ്പിൾ പറയുന്നത് പിന്നെ എന്താണ് എക്സാമ്പിളായിട്ട് പറഞ്ഞത്? ബ്ലഡ് സെൽസ് സ്വെല്ല് ചെയ്യണത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ഇനി വേറൊരു എക്സാമ്പിളാണ് people taking a lot of salt or salty food experience water retention in tissue cells and intercellular spaces because of osmosis. നമ്മൾ ദേഹത്തിൽ നീര് വരുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, വയസ്സായവർക്ക്, വൃദ്ധർക്ക്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? കൂടുതൽ സാൾട്ടി ഫുഡ് കഴിച്ചു വെച്ചാൽ, ഉപ്പുള്ള ആഹാരം കഴിക്കുക, അതായത് പ്രഷർ കൂടുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് സാൾട്ടി ഫുഡ് ഒരുപാട് കഴിച്ചു വെച്ചാൽ ബ്ലഡ് ടിഷ്യൂ സെൽസിൽ വാട്ടർ റിട്ടൻഷൻ ഉണ്ടാവും. കാരണം ടിഷ്യൂ സെൽസിൽ കോൺസെൻട്രേറ്റഡായി, അപ്പോൾ ഡൈല്യൂട്ടിൽ നിന്നും കോൺസെൻട്രേറ്റഡിലേക്ക് സൊല്യൂഷനിലേക്ക് വെള്ളം പാസ് ചെയ്യും. അപ്പോൾ ടിഷ്യൂ സെൽസ് സ്വെല്ല് ചെയ്യാൻ തുടങ്ങും, ഇൻ്റർസെല്ലുലർ സ്പേസ് ഒക്കെ സ്വെല്ല് ചെയ്യാൻ തുടങ്ങും. ഇത് കാരണം ഓസ്മോസിസ് ആണ്. അപ്പോൾ ഈ പഫിനെസ്സും സ്വെല്ലിങ്ങിൻ്റെയും പേരാണ് എഡിമ എന്ന് പറയുന്നത്. അപ്പോൾ വാട്ടർ മൂവ്മെൻറ്റ് ഫ്രം സോയിൽ ടു പ്ലാന്റ് റൂട്ട്സ്. മറ്റൊരു എക്സാമ്പിളാണ് പ്ലാന്റ്സ് എങ്ങനെയാണ് വെള്ളം സ്വീകരിക്കുന്നത്. അതായത് മണ്ണിൽ ധാരാളം വെള്ളം ഉണ്ടെങ്കിൽ റൂട്ടിലേക്ക് വെള്ളം പോവും. കാരണം അത് ഓസ്മോസിസ് വഴിയാണ്. മണ്ണിൽ ഡൈല്യൂട്ട് ആയിരിക്കും, റൂട്ടിൽ കോൺസെൻട്രേറ്റഡ് ആയിരിക്കും സൊല്യൂഷൻസ്. അപ്പോൾ സൊല്യൂട്ടിൻ്റെ അളവ് കൂടുതലായിരിക്കും. അപ്പോൾ വെള്ളം മണ്ണിൽ നിന്നും റൂട്ടിലേക്ക് പോകും. അങ്ങനെ തന്നെയാണ് നമ്മൾ അഡ്ജസൻറ്റ് ടിഷ്യൂസിലേക്കും ഓസ്മോസിസ് വഴിയാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് പ്ലാന്റ്സിന് എങ്ങനെയാണ് വെള്ളം കിട്ടുന്നത് എന്നുള്ളതിന് ഒരു എക്സാമ്പിൾ. അപ്പോൾ എന്താണ് കാരണം? ഓസ്മോസിസ്. ഇനി പ്രിസർവേഷൻ ഓഫ് മീറ്റ്. നമ്മൾ മത്സ്യം, മീൻ വിൽക്കുന്ന സ്ഥലത്തിലൊക്കെ പോയാൽ കാണാം അതൊക്കെ മീറ്റൊക്കെ നമ്മൾ സാൾട്ട് ഇട്ടിട്ടാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ ഫുഡ് ആൻഡ് ഫ്രൂട്ട്സ് ബൈ ആഡിങ് ഷുഗർ. ഫ്രൂട്ട്സിലൊക്കെ ഷുഗറും ഇട്ടിട്ട് വെച്ചിരിക്കുന്നത് കാണാം. ഇത് വെള്ളം പോവാൻ വേണ്ടിയിട്ടും
ബാക്ടീരിയൽ ആക്ഷനിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ബാക്ടീരിയൽ ആക്ഷൻ നടക്കുന്നത് വെള്ളം കൂടുകയും അതുപോലെ മോയ്സ്ചറുമായിട്ട് കോണ്ടാക്റ്റ് വരികയും ചെയ്യുമ്പോഴാണ്. ഒന്ന് വെള്ളം അപ്പോൾ ഒന്ന് കേടുവരാണ്ടിരിക്കണമെങ്കിൽ അതിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റും വെള്ളം വാട്ടർ കണ്ടൻറ്റും കുറയ്ക്കുക എന്നുള്ള ഇതാണ് ഒരു സൊല്യൂഷൻ. അപ്പോൾ പ്രിസർവേറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്യുന്നത് ഈ ഒരു കണ്ടീഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബാക്ടീരിയൽ ആക്ഷനിൽ നിന്നും നമുക്ക് നമ്മുടെ ഫുഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. Through the process of osmosis, a bacterium on salted meat or candied fruit loses water, shrivels and dies. ഇനി പറയുമ്പോൾ ബാക്ടീരിയം വരുമ്പോൾ, അതായത് ഇങ്ങനെ സോൾട്ടോ ഉപ്പൊക്കെ ഇട്ടിട്ട് കോൺസെൻട്രേറ്റഡ് ആയിട്ട് വെച്ചിരിക്കുന്നതിൽ ബാക്ടീരിയം വരുമ്പോൾ ബാക്ടീരിയയിലുള്ള വെള്ളം കൂടെ അതിലേക്ക് പോയിട്ട് ബാക്ടീരിയ ഡൈ പറഞ്ഞാൽ മരിക്കും. അത്രയാണ്. ഇനി റിവേഴ്സ് ഓസ്മോസിസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓസ്മോട്ടിക് പ്രഷർ എന്തിനാണ്? ഓസ്മോസിസ് നിർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓസ്മോസിസിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ആക്കാൻ പറ്റും. ഡീസലൈനേഷൻ പ്രോസസ്സിലൊക്കെ നമ്മൾ ഇതാണ് ഉപയോഗിക്കുന്നത്. ഡീസലൈനേഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ ഉപ്പുവെള്ളത്തിൽ നിന്നും വെള്ളം കിട്ടുന്നത് പ്യുവർ വാട്ടർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് റിവേഴ്സ് ഓസ്മോസിസ് ആണ് ഉപയോഗിക്കുക. അതിന് ഓസ്മോട്ടിക് പ്രഷറിനെക്കാട്ടിലും ലാർജർ ആയിട്ടുള്ള ഒരു പ്രഷർ കൊടുക്കുമ്പോൾ ഏത് സൊല്യൂഷനിലേക്കാണോ വെള്ളം പോകേണ്ടത് ആ സൊല്യൂഷനിലേക്ക് ഡയറക്ഷനിലേക്ക് പ്രഷർ കൊടുക്കുമ്പോൾ അവിടെ റിവേഴ്സ് ഓസ്മോസിസ് നടക്കും. അതായത് പ്യുവർ സോൾവെൻറ്റ് ഫ്ലോസ് ഔട്ട് ഓഫ് ദ സൊല്യൂഷൻ ത്രൂ ദ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ് റിവേഴ്സ് ഓസ്മോസിസ്. അതായത് പ്യുവർ സോൾവെൻറ്റിൽ നിന്നും സൊല്യൂഷനിലേക്ക് പ്യുവർ സോൾവെൻറ്റ് ഫ്ലോസ് ഔട്ട് ഓഫ് ദ സൊല്യൂഷനിൽ നിന്നും പ്യുവർ സോൾവെൻറ്റ് മോളിക്യൂൾസ് ഏത് സൊല്യൂഷനിലേക്കാണോ പോകേണ്ടത്, അതായത് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനിൽ ഡൈല്യൂട്ടഡ് സൊല്യൂഷനിലേക്ക് പോകുന്നതാണ് പറയുന്നത്. റിവേഴ്സ് ഓസ്മോസിസിൻ്റെ റിവേഴ്സ്. സാധാരണ നമ്മൾ ഓസ്മോസിസ് എന്ന് പറയുന്നത് എന്താണ്? ഡൈല്യൂട്ട് സൊല്യൂഷനിൽ നിന്നും കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനിലേക്ക് വെള്ളത്തിൻ്റെ പാർട്ടിക്കിൾസ് പോകുന്നു, വാട്ടർ പാർട്ടിക്കിൾസ് പോകുന്നു, സോൾവെൻറ്റ് പാർട്ടിക്കിൾസ് പോകുന്നു. ഇവിടെ പറയുന്ന റിവേഴ്സ് ഓസ്മോസിസിൽ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ്റെ കൂടെ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനിൽ നിന്നും ഡൈലക്റ്റ് സൊല്യൂഷനിലേക്ക് വെള്ളം പാസ് ചെയ്യുകയാണെങ്കിൽ വാട്ടർ പാസ് ചെയ്യുകയാണെങ്കിൽ അതിനെ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്നു. ഇതിൻ്റെ പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി ഡിസലൈനേഷൻ ഓഫ് സീ വാട്ടറാണ്. സീ വാട്ടറിനെ ഡിസലൈൻ ചെയ്യുക. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ദ പ്രഷർ റിക്വയർഡ് ഫോർ ദ റിവേഴ്സ് ഓസ്മോസിസ് ഇസ് ക്വൈറ്റ് ഹൈ. പ്രഷർ ഹൈ ആയിട്ട് കൊടുത്താൽ മാത്രമേ റിവേഴ്സ് ഓസ്മോസിസ് നടക്കുള്ളൂ. ഇതൊരു പോറസ് മെംബ്രെയിനിലൂടെ ആണ് പോവുക, അതായത് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെയാണ് പോവുക. യൂഷ്വലി അതൊരു സെല്ലുലോസ് അസോസിയേറ്റ് പോലത്തെ മെംബ്രെയിൻ ആയിരിക്കും. വാട്ടറിന് പെർമിയബിളും ഇമ്പ്യൂരിറ്റീസിന് ഇംപെർമിയബിളും ആയിരിക്കും ആ സെമി പെർമിയബിൾ മെംബ്രെയിൻ. These days many countries use desalination plants to meet their potable water requirements. അപ്പോൾ വാട്ടർ സ്കാർസിറ്റി ഉള്ള രാജ്യങ്ങളിലൊക്കെ ഓഷ്യൻ വാട്ടർ ഡിസലൈൻ ചെയ്തിട്ടാണ് വെള്ളമൊക്കെ കണ്ടുപിടിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഒരു ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്താണ്? ഒന്ന്, ഓസ്മോസിസ് എന്താണ് പഠിച്ചു, ഓസ്മോട്ടിക് പ്രഷർ എന്താണ് പഠിച്ചു, പിന്നെ റിവേഴ്സ് ഓസ്മോസിസ് പഠിച്ചു. ഈ റിവേഴ്സ് ഓസ്മോസിസും നേച്ചറിൽ എവിടെയൊക്കെയാണ് നടക്കുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി എന്നത് പഠിച്ചു. അപ്പോൾ വായിച്ചു നോക്കുമ്പോൾ ഈസി ആയിട്ട് തോന്നും. ടീച്ചർ പറയുകയും അത് ശ്രദ്ധയോടെ കേൾക്കുകയും അതുമാത്രമല്ല അത് മനസ്സിലാക്കി വീണ്ടും വായിച്ചു നോക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുക. അപ്പോൾ വായിച്ചു നോക്കുക കേട്ടോ. ശരി, താങ്ക് യു.